ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക ആക്രമണം തുടങ്ങിയതു മുതൽ നമ്മൾ കേൾക്കുന്ന ഒന്നാണ് ഹോർമുസ് കടലിടുക്ക്. ഈ ഹോർമുസ് കടലിടുക്ക് എങ്ങനെയാണ് ഓരോ സാധാരണക്കാരനെയും ബാധിക്കുന്നത്? ഇതെങ്ങനെയാണ് പ്രധാനപ്പെട്ടതാകുന്നത്? ഗൾഫ് നാടുകൾക്കും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കും ഇന്ധനം എത്തിക്കുന്ന ഒരു പാത, വ്യാപാരത്തിന്റെ ഇടനാഴി. അതിനപ്പുറം എന്താണ് ഹോർമുസ് കടലിടുക്ക്? ഇത് ഡിജിറ്റൽ ലോകത്തിന്റെ ജീവനാഡിയായിട്ടാണ് ഹോർമുസ് കടലിടുക്ക് മാറുന്നത്. ലോക ഭൂപടത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കവാടം, പേർഷ്യൻ ഗൾഫിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്ന കേവലം 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു കടലിടുക്ക്, അതാണ് ഹോർമുസ് കടലിടുക്ക്. ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് വലിയ എണ്ണക്കപ്പലുകളുടെയും ചരക്ക് നീക്കത്തിൻ്റെയും ഒക്കെയുള്ള കാഴ്ചകൾ മാത്രമാണ്. എന്നാൽ ആ തിരമാലകൾക്കടിയിൽ ലോകത്തിൻ്റെ ഡിജിറ്റൽ സ്പന്ദനം ആഴങ്ങളിൽ ഏറ്റവും അടിയിലായി കിടക്കുന്ന ആയിരക്കണക്കിന് നീളമുള്ള ഫൈബർ ഒപ്റ്റിക്കൽ കേബിളാണ് ഇന്ന് ഗൾഫ് രാജ്യങ്ങളെയും ഏഷ്യൻ രാജ്യങ്ങളെയും യൂറോപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഫാൽക്കൺ, ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, ടാറ്റ ടീജിയൻ ഗൾഫ് തുടങ്ങിയ വമ്പൻ ശൃംഖലകൾ ഈ ഇടുങ്ങിയ കടലിടുക്കിലൂടെയാണ് കടന്നുപോകുന്നത്. ഇറാൻ, ഇറാഖ്, ഖത്തർ, ബഹ്റിൻ, ഒമാൻ, UAE എന്നീ രാജ്യങ്ങളുടെ ഇന്റർനെറ്റിന്റെ വഴിയും ഇതാണ്. ഭൂമിശാസ്ത്രപരമായി ഇറാന്റെ അതിർത്തിയോട് ചേർന്നാണ് ഈ കേബിളുകൾ കിടക്കുന്നത്. ലോകരാഷ്ട്രീയത്തിൽ ഇറാൻ നേരിടുന്ന ഉപരോധങ്ങൾ ഈ അടിത്തട്ടിലുള്ള കേബിളുകളുടെ സുരക്ഷയും ബാധിക്കുന്നുണ്ട്. യുദ്ധ സാഹചര്യത്തിലോ രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമായോ ഇറാൻ ഈ കേബിളുകൾ വിച്ഛേദിക്കാൻ തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? അതൊരു ഡിജിറ്റൽ പ്രളയത്തിലേക്കായിരിക്കും നീങ്ങുക. ഇറാൻ ഈ കേബിളുകൾ മുറിച്ചു മാറ്റാനുള്ള പ്രഖ്യാതങ്ങൾ ഭീകരമായിരിക്കും. ഡിജിറ്റൽ ഒറ്റപ്പെടലിനായിരിക്കും അത് വഴിതെളിക്കുക. കുവൈറ്റ്, ഖത്തർ, ബഹ്റിൻ തുടങ്ങിയ രാജ്യങ്ങൾ ബാഹ്യലോകവുമായുള്ള ഇന്റർനെറ്റ് ബന്ധങ്ങൾ പൂർണ്ണമായും നിലയ്ക്കും. ഗൾഫ് മേഖലയിലൂടെ കടന്നു പോകുന്ന 17ഓളം കേബിളുകൾ ലോകത്തെ വിവിധ ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിക്കുന്നുണ്ട്. ഇവ മുറിക്കപ്പെട്ടാൽ ഇന്റർനെറ്റ് പൂർണ്ണമായും നിലയ്ക്കില്ലെങ്കിലും ഡാറ്റ മറ്റൊരു വഴിയിലൂടെ തിരിച്ചുവിടേണ്ടി വരും. ഇത് ഇന്റർനെറ്റിന്റെ വേഗത ഗണ്യമായി കുറയാൻ കാരണമാകും. സാമ്പത്തിക തകർച്ച, മിഡിൽ ഈസ്റ്റിലെ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെടുക, ഓഹരി വിപണികളും ക്രിപ്റ്റോ കറൻസികളും തടസ്സപ്പെടുക തുടങ്ങിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിരിക്കും. സെക്കൻഡുകൾക്കുള്ളിൽ കോടികളുടെ നഷ്ടമാണ് ഉണ്ടാവുക. ആശയവിനിമയം, സോഷ്യൽ മീഡിയ, അന്താരാഷ്ട്ര ഫോൺ കോളുകൾ തുടങ്ങിയവ തടസ്സപ്പെടാനിടയുണ്ട്. ദുബായ് പോലുള്ള ആഗോള ബിസിനസ് ഹബ്ബുകളുടെ പ്രവർത്തനത്തിന്റെ താളം തെറ്റും. ഇന്ത്യയുടെ സാമ്പത്തിക മേഖല തകരാനും ഇടയാകും. ഗൾഫ് രാജ്യങ്ങളുമായുള്ള നമ്മുടെ ഡിജിറ്റൽ സേവനങ്ങളെയും ഇത് ബാധിക്കും. ഹോർമുസ് കടലിടുക്ക് വെറും ഒരു ജലപാതയല്ല, ആഗോള ഇന്റർനെറ്റ് സംവിധാനത്തിന്റെ ജീവനാഡി തന്നെയാണ്.